വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് അടയാട്ടം ഉണ്ടാക്കുന്ന. നമ്മുടെ വീട്ടിലൊന്നും അധികം വാഴയിലൊന്നും ഉണ്ടാവില്ല, ചിലരെ വീട്ടിലൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് കിട്ടാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അതിൽക്കും ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അടയാണ് കേട്ടോ. നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന നമ്മുടെ ഗോതമ്പില്ലേ, ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് ഒരു ബൗൾ എടുക്കാം, ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു അരക്കപ്പോളം തേങ്ങ ചെറിയത് ഇടാം കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു അടയും കൂടിയാണ് കേട്ടോ. ഞാനിതിൽ പഴമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ വേറെ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർക്കുന്നുണ്ട്. ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ. പിന്നെ പഴം കട്ട് ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പഴം ഇടാം, അല്ലെങ്കിൽ വലിയ പഴം ഇടാം കേട്ടോ. അത് വീട്ടിലുണ്ടായ പഴമാണ്, അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ഏലക്കയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ശർക്കര കേട്ടോ. അപ്പോൾ ഞാനിത് നേരിട്ടിട്ട് ഇതിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണേ, അല്ലെങ്കിൽ പാനിയാക്കി ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല ഫ്രഷുള്ള ശർക്കരയാണ്, അപ്പോൾ ഞാനിങ്ങനെ പൊടിച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനെന്ന് പറയാൻ പറ്റില്ല, ഒരു നുള്ള് ബാലൻസ് മധുരം ഇട്ട് കൊടുക്കുമ്പോൾ ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പഴമൊക്കെ അതിൽ നല്ല മിക്സാക്കി നല്ല കുഴച്ചെടുത്ത് നമുക്കൊരു മാവ് രൂപത്തിലാക്കാം. കുറച്ച് ലൂസിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ലൂസാകുന്നത് വരെ ഞാനിത് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. പിന്നെ അതുപോലെ ഈ റെസിപ്പി ഉണ്ടാക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതാട്ടോ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നല്ല ദോശക്കല്ല് ഉണ്ടായിരിക്കൂലേ, അതോ അല്ലെങ്കിൽ പാൻ വെച്ചാലും മതി കേട്ടോ. ഞാനും പാനാണ് കേട്ടോ എടുത്തിക്കണം, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിലെടുത്തിട്ട് എണ്ണ തടവി കൊടുക്കുക കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് ഈ മാവ് കുറച്ച് വലിയൊരു ബോളാക്കിയിട്ട് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൽ പരത്തി കൊടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി അടുത്ത് വെക്കണേ, കൈ ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാട്ടോ ഇത്രയൊരു ചെറുത് വേണമെങ്കിൽ വലുത് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത്രയൊരു ബോളാക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇതാട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുത്ത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പരക്കൂല, അപ്പോൾ നമ്മൾ കുറച്ച് കയ്യിൽ വെള്ളം നനച്ച് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ചുകൂടി പരന്ന് വരുള്ളൂ. അപ്പോൾ നല്ല കട്ടിയില്ലാതെയും പരത്തണ്ട, അതുപോലെ തന്നെ നല്ല കട്ടിയിലും വേണ്ട, ഒരു മീഡിയം സൈസ് ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ. ഇതുപോലെ പരത്തിയെടുക്കാം. പെട്ടെന്നാവും കേട്ടോ. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ, സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ പറ്റുന്ന ഒരു അടയാണ് കേട്ടോ ഇത്. പിന്നെ ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെയാണ്, എങ്ങോട്ടും പോകണ്ട. അപ്പോൾ പിന്നെ അടയിൽ അധികം ഈ പഞ്ചസാരയും തേങ്ങയും മാത്രമൊക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ശർക്കരയും തേങ്ങയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതിന്നൊരു ചെറിയൊരു വെറൈറ്റിയാണ് കേട്ടോ. പഴമൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്നുണ്ടാക്കി, അതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാതും ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച് കുറച്ച് കയ്യിൽ വെള്ളം തടവി കൊടുത്താലും കേട്ടോ അത് നേരെ പരന്ന് കിട്ടും. അപ്പോൾ പരത്തി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി എണ്ണയും വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഒരു സൈഡ് ആവട്ടെ. നമ്മളിത് വെന്തിട്ടില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ വെന്തിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. 2 സൈഡും അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുത്താൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാട്ടോ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ മറിച്ചിടുമ്പോൾ പൊട്ടുന്നൊക്കെ വിചാരിക്കും, ഒന്നും പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.
വാഴയില ഉണ്ടാക്കുമ്പോൾ വാഴയുടെ ഒരു ടേസ്റ്റും കൂടിയിട്ട് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് അങ്ങനെയല്ല, ഇങ്ങനെ ആക്കുമ്പോഴും നമുക്ക് നെയ്യൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ചെയ്യും കേട്ടോ. പിന്നെ അല്ലെങ്കിലും എണ്ണയുടെ ടേസ്റ്റും കൂടി കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റും രസമൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇവനൊക്കെ ഇപ്പോൾ ഉറങ്ങി എണീറ്റതാണ് കേട്ടോ, അതാണ് ഒരു മൂഡില്ലാത്തത്. അപ്പോൾ അവനൊക്കെ കഴിച്ചു, അവർക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.